ഏതു പരിപാടിയാണെങ്കിലും ആളെ കൂട്ടി അത് കളറാക്കാൻ മിടുക്കനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞായറാഴ്ച നടക്കുന്ന മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും കളറാക്കാനൊരുങ്ങുകയാണ് മോദി. വിശിഷ്ടാതിഥികളിൽ സാധാരണക്കാരുമുണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ശുചീകരണ തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, സെൻട്രൽ വിസ്ത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ മുതൽ ലോക നേതാക്കൾ വരെ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. വന്ദേ ഭാരത്, മെട്രോ ട്രെയിനുകളിൽ ജോലി ചെയ്യുന്ന റെയിൽവേ ജീവനക്കാരും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളും വികസിത് ഭാരത് അംബാസിഡർമാരും ഉൾപ്പെടും. രാജ്പഥിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിൽ 8000-ലധികം അതിഥികളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചടങ്ങിലേക്ക് ദക്ഷിണേഷ്യൻ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗിനെയും ക്ഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹാൽ പ്രചണ്ഡ്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബേഗെ, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ് എന്നിവർക്കും ചടങ്ങിൽ ക്ഷണനമുണ്ട്. 2014-ലെ സാർക്ക് രാജ്യങ്ങളിലെ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 2019-ൽ ബിംസ്റ്റെക്കിംഗ് രാജ്യങ്ങളിലെ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിലെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനെന്ന നേട്ടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വന്തം. മാത്രമല്ല, 3-ാം മോദി സർക്കാരിൽ കേരളത്തിനും അഭിമാനിക്കാൻ വഴിയൊരുക്കിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ എടുത്തിരിക്കുകയാണ് മോദി. രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയായുള്ള നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വെച്ച് സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്നുള്ള ഏക MP-യാണ് സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അങ്ങനെ മന്ത്രിസ്ഥാനം ലഭിച്ചാൽ സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. നിലവിൽ ഡൽഹിയിലാണ് സുരേഷ് ഗോപി. NDAയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനും മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾക്കു വേണ്ടിയുമാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. കേന്ദ്ര മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമേ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങൂ എന്നാണ് സൂചന.